ഇന്നൊരു ബനാന ഡേറ്റ്സ് പോളയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു പഴുത്ത ബനാനയും ഒരു 3/4 കപ്പ് ഡേറ്റ്സും നമുക്കൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴേക്ക് അതിനുവേണ്ട ഫില്ലിംഗ് നമുക്ക് റെഡിയാക്കാം. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടും തേങ്ങയും ഇട്ട് നല്ല റോസ്റ്റ് ചെയ്യാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ബനാനയും ഡേറ്റ്സ് നല്ലോണം ആവി കയറിയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചെടുക്കാം. നമ്മളെ കായ്പോളൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ജ്യൂസ് മെഷീനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പഴവും ഡേറ്റ്സും ഇടാം. ഇതിലേക്കൊരു 2 സ്പൂൺ പഞ്ചസാര ഇടാം. ഞാൻ ഇട്ടിട്ട് കുറച്ച് അധികം ആയിപ്പോയി, ഞാൻ 3 സ്പൂൺ ഇട്ടാൽ. അപ്പോൾ നിങ്ങളൊരു 1.5 2 ഇട്ടോളൂ. മധുരം വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാണെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ അതിലേക്കൊരു 4 സ്പൂണ് പാൽപ്പൊടിയും കൂടി ഇടണം. 2-3 ഏലക്കായും മുട്ടയും കൂടിയിട്ട് നന്നായി അടിച്ചെടുക്കാം. നല്ല ക്രീം പോലെ ആയ ശേഷം അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് കാഷ്യൂനട്ടും കോക്കനട്ടും ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കരുത്, ജസ്റ്റ് സ്പൂൺ വെച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പോള കഴിക്കുമ്പോൾ കാഷ്യൂനട്ടും കോക്കനട്ടും കടിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് ഈ ബാറ്ററി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെക്കണേ, ഇത് വേഗം കരിഞ്ഞു. ഡേറ്റ്സ് പോള ഒന്ന് സെറ്റായി വരുമ്പോൾ അതിന്റെ മുകളിലേക്ക് നമുക്ക് കിസ്മിസ് വെച്ച് കൊടുക്കാം. ഇത് വെന്ത ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് ഇതിനെ മറിച്ചിടാം. ഡേറ്റ്സ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിക്ക് ഫോളോ ഫോർ മോർ. താങ്ക് യു ഫോർ വാച്ചിങ്.